പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ചെങ്ങന്നൂരിലെ പാറമേൽപ്പടി ഇലഞ്ഞിമേൽ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് 1.5 മാസം പിന്നിട്ടു. എന്നാൽ ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും മെല്ലപ്പോക്ക് കാരണം പദ്ധതി അനന്തമായി നീളുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 15 വർഷത്തിലധികമായി തകർന്നു കിടന്ന റോഡിന്റെ പുനർനിർമ്മാണത്തിനായി 2.10 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് 2025 ഡിസംബറിൽ നിർമ്മാണോദ്ഘാടനം നടന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പണി ആരംഭിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപാണ് JCB ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിച്ചത്. റോഡ് കുത്തിപ്പൊളിച്ചതോടെ പഴയ കുഴികൾക്ക് പുറമെ വലിയ മൺകൂനകളും തടസ്സങ്ങളും രൂപപ്പെട്ടു. ഇതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി. റോഡ് മോശമായതിനാൽ ഈ പ്രദേശത്തുള്ളവർക്ക് ആശുപത്രിയിൽ പോകാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 2-3 ആഴ്ചയായി ഈ റോഡ് 2 കിലോമീറ്റർ നീളത്തിലുള്ള റോഡ് ഇളക്കിയിട്ടിട്ട് ഇലക്ഷന് മുമ്പ് വന്ന് എല്ലാം ഇളക്കിയിട്ടേച്ച് പോയിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ജൂൺ മാസത്തിലേ ഇത് പണിയത്തുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടായി വന്നേക്കുക. ഇവിടെ ഒരു അസുഖം വന്നപ്പോൾ ഒരു വണ്ടി വിളിച്ചാൽ വരത്തില്ല. അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പം ഇത് അനുവദിച്ചവരുമില്ല, ഇതിൻ്റെ കോൺട്രാക്ടറും ഇല്ല, ആരുമില്ല. 10-15 വർഷമായി റോഡ് മോശമായിട്ട് കിടക്കുക. ഞങ്ങൾ പ്രായമുള്ളവരൊക്കെയാണ്. ഒരസുഖങ്ങളോ എന്തെങ്കിലും വന്നാലും അതും വളരെ പ്രയാസം. അതുകൊണ്ട് എത്രയും വേഗം ഈ റോഡ് ശരിയാക്കി തരണം. പുലിയൂർ ചെറിയനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന പാതയാണെങ്കിലും നിലവിലെ അവസ്ഥയിൽ വാഹനാപകട സാധ്യത ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 16 വർഷം മുമ്പ് നബാർഡ് ഫണ്ടിൽ ടാർ ചെയ്ത റോഡ് പിന്നീട് അറ്റകുറ്റപ്പണികളില്ലാതെ തകർന്ന നിലയിലായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി ഉപയോഗശൂന്യമായിരിക്കുകയാണ്. മഴക്കാലം കൂടി വന്നാൽ പിന്നെ ഈ റോഡ് തോടായി മാറുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറഞ്ഞത് 15 കൊല്ലമായി കാണും ഈ റോഡിൽ കൂടെ അല്ലായിരുന്നു. അപ്പം നാട്ടുകാർ ഞങ്ങളെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി. ഇപ്പം ഒരു പരുവത്തിന് അവർ കോൺട്രാക്ടറൊക്കെ പിടിച്ചു. ഇപ്പോൾ കോൺട്രാക്ടറും ഇല്ല, പണിക്കാരും ഇല്ല. ഇപ്പം വെട്ടിപ്പൊളിച്ചിട്ട് 2-3 ആഴ്ചയായി. മനുഷ്യന് നടന്നു പോകാൻ പോലും വയ്യ. ഇനിയിപ്പം മഴയും വെള്ളമാണ് വരുന്നത്. എങ്ങനെ മനുഷ്യന് ഇതിലെ നടക്കും? ഇപ്പം ഇലക്ഷൻ ആയപ്പോൾ എല്ലാവരും കൂടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചേരി പോയി. വിവിധ സംഘടനകളെ പ്രതിഷേധത്തെ തുടർന്നാണ് ഫണ്ട് അനുവദിച്ചതെങ്കിലും ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും മെല്ലപ്പൊക്ക് കാരണം പദ്ധതി അനന്തമായി നീളുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.